13-ലെ എ ക്വസ്റ്റ്യൻ നോക്കാവേ. ഇതിലെന്താണെന്ന് വെച്ചാൽ പീപ്പിൾ ഇമിഗ്രേറ്റ് ഇൻ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത്. പെർ ഡേ 2 ആണ് തന്നിരിക്കുന്നത് ലാംഡ. പിന്നെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചയിൽ 10 അറൈവൽ വരാനുള്ള പ്രോബിലിറ്റി എന്ന് വെച്ചാൽ ഇതിവിടെ 1 ഡേ 2 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 1 വീക്കിലാണെങ്കിൽ ഒരു 10 പീപ്പിൾ എങ്കിലും ഇമിഗ്രേറ്റ് ചെയ്യാനുള്ളതിൻ്റെ പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഡേയ്സ് ആണ്. 20 അറൈവൽസ് ഉണ്ടാവാനുള്ള എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഡേയ്സ് ആണ് രണ്ടാമത് ചോദിച്ചേക്കുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ഇതിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്കിവിടെ എന്താ ലാംഡ എന്താണെന്ന് അറിയാം, 2 ആണെന്ന് ക്വസ്റ്റ്യനിൽ ആദ്യമേ തന്നിട്ടുണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ ടൈം ടി എന്താ തന്നേക്കുന്നത്? ഒരു വീക്കല്ലേ തന്നേക്കുന്നത്, എന്ന് വെച്ചാൽ 7 ഡേയ്സ്. അപ്പോൾ വീക്കിൽ 7 ഡേയ്സ് അല്ലേ, ആ 7ൻ്റെ വാല്യൂ ഇവിടെ എന്താ ടി ആയിട്ടെന്ന് പറഞ്ഞാൽ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ടിക്ക് പകരം 7 കൊടുക്കുക, കെയ്ക്ക് പകരം 10 കൊടുക്കുക. അറൈവിൽ 10 ആണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് 10 കൊടുക്കുക. e⁻² ഇൻറ്റു ലാംഡ 2 തന്നിട്ടുണ്ട്, 2 ഇൻറ്റു 7, പിന്നെ ബ്രാക്കറ്റിൽ എന്തുവാ ലാംഡ 2 ഇൻറ്റു 7, കെ 10 ആണ്, താഴെയും കെ 10 ആണ്. അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് 0.0662 എന്ന് പറഞ്ഞ് കിട്ടും. 13-ലെ ബി ക്വസ്റ്റ്യൻ നോക്കാവേ. ഇതിലെന്താണെന്ന് വെച്ചാൽ ഒരു ബാറ്ററി തന്നിട്ടുണ്ട്, അതിൻ്റെ മീൻ എന്ന് വെച്ചാൽ 40 hours തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 20 hours. പിന്നെ വേറൊരു ആ ബാറ്ററി ഇൻ കേസ് ഫെയിലാവുകയാണെങ്കിൽ പുതിയൊരു ബാറ്ററി വെച്ച് റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ 25 ന്യൂ ബാറ്ററീസ് ഉണ്ട്, അതിൻ്റെ ലൈഫ് ടൈം എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ 25 ബാറ്ററീസിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 1100 hours കൂടുതലാവും എന്നതിൻ്റെ പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നുവെച്ചാൽ 25 ബാറ്ററീസ് യൂസ് ചെയ്ത് തീരുമ്പോഴത്തേക്ക് 1100 hours എന്തുവാ ഇതിനെക്കാട്ടി കൂടുതൽ യൂസ് ചെയ്യും എന്നതിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ മീൻ എന്തുവാ ന്യൂസ്കളുടെ 14 എഴുതണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തുവാ നമ്പർ ഓഫ് വാല്യൂ, അത് ഇത്രയും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ യൂസിങ് സെൻട്രൽ ലിമിറ്റ് തിയറം നമുക്ക് കണ്ടുപിടിക്കണം. അതിന് ആദ്യം നമുക്ക് എന്തോ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് 25 ബാറ്ററീസ് ആണ്, ഒരു ബാറ്ററിയുടെ മീനാണ് തന്നേക്കുന്നത്. 25 ബാറ്ററിയുടെ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടി മീൻ ഈക്വൽ ടു 25 ഇൻറ്റു 40 ഈക്വൽ ടു 1000 hours എന്ന് കിട്ടും. പിന്നെ സമ്മ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് √n ഇൻറ്റു സിഗ്മ ഈക്വൽ ടു എന്താ n എന്തോ അവിടെ 25, √25 ഇൻറ്റു 20 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 100 എന്നും പറഞ്ഞ് കിട്ടും. ഇനി എന്തുവാ നമുക്കിനി ഇസഡ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി പി ഓഫ് സമ്മ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1100, ഇത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. സം എന്തോ 1100-നെക്കാട്ടി കൂടുതലായിരിക്കണം എന്നതിൻ്റെ പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഇസഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. ഇതിലിപ്പോൾ സെൻട്രൽ ലിമിറ്റ് തിയറത്തിൽ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അതിനുവേണ്ടി എസ് എൻ എന്ന് പറഞ്ഞാൽ 1100, അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, മൈനസ് എൻ യു എന്ന് വെച്ചാൽ എന്തുവാ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ 25-ൻ്റെയും കൂടെ മീൻ, അതാണ് 1000 ഡിവൈഡഡ് ബൈ സിഗ്മ എന്തുവാ 20, √n എന്താ √25, അത് എഴുതുമ്പോഴത്തേക്ക് 100/100 ഈക്വൽ ടു 1 എന്നും പറഞ്ഞ് കിട്ടും. അപ്പോൾ എന്തുവാ ഇസഡ് അല്ലേ ഇപ്പോൾ കിട്ടിയത്, സം എന്തുവാ ഇസഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എത്രയാണ് വന്നത് 1 അല്ലേ, അതും എടുത്ത് എഴുതി. ഇനി എന്തുവാ ഇസഡ് ഈക്വൽ ടു 1 എന്ന് നമുക്കറിയാം, 1 എന്ന് കിട്ടിയില്ലേ. ഇതിന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇസഡ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇസഡ് ഈക്വൽ ടു 1 കണ്ടോ, അതിൻ്റെ വാല്യൂ എത്രയാണ്, 10യുടെ വാല്യൂ എത്രയാണ് 0.3413 ഉണ്ടോ, 0.3413. ഈ 0.5 മൈനസ് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ടേബിളിൽ 0.5 കുറവാണ്, ചിലവരുടെ ടേബിളിൽ ഇവിടെ എന്തുവാ 0.8 അങ്ങനെ എന്തോ ഒരു വാല്യൂസ് ആയിരിക്കും ഇവിടെ ആയിട്ട് വരുന്നത്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ 1 മൈനസ് 0. ഇവിടെ ഇപ്പോൾ ഇസഡ് വാല്യൂ എത്ര 1 അല്ലേ, അപ്പോഴത്തേക്ക് 1 മൈനസ് 0.8 അങ്ങനെ എന്തോ വാല്യൂ വരുന്നത്. അത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തോ 0.1587 എന്നുള്ള ഈ സെയിം വാല്യൂ കിട്ടും. ഇതിപ്പോൾ എൻ്റെ ടേബിളിൽ 0.5 കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 0.5 എടുത്തത്, ഇല്ലെങ്കിൽ 1 എഴുതായിരുന്നു. അല്ലെങ്കിൽ എനിക്കിവിടെ 0.5 പ്ലസ് 0.5 1 എന്നും പറഞ്ഞ് എഴുതാം, അപ്പോഴത്തേക്ക് എനിക്കിവിടുത്തെ വാല്യൂ ചേഞ്ച് ആവും. പക്ഷേ എൻ്റെ ടേബിൾ വെച്ച് ഞാൻ ഇങ്ങനെ എഴുതുന്നതാണ് കറക്റ്റ്. ഓക്കെ, നിങ്ങളുടെ ടേബിളിൽ ഇവിടെ 8 ആണ് വരുന്നത്, 0.8 എന്നും പറഞ്ഞാണ് ഇവിടെ 1ൻ്റെ അവിടെ വാല്യൂ വരുന്നതെങ്കിൽ ഇവിടെ 1 മൈനസ് ചെയ്താൽ മതി, കാര്യം ഇസഡ് എന്തുവാ 1 ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. 14-ലെ എ ക്വസ്റ്റ്യൻ നോക്കാവേ. ഇതിലെന്താണെന്ന് വെച്ചാൽ ഒരു ബുക്ക് സ്റ്റോളിൽ റാൻഡമായിട്ട് ആൾക്കാർ വരാറുണ്ട്, അതിൻ്റെ മീൻ എന്ന് പറയുന്നത് ഒരു മിനിറ്റിന് 3 പേര് വെച്ച് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ്റർവെൽ ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് അറൈവൽസിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തുവാ
മോർ ദാൻ 1 മിനിറ്റ്, 1 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റോളം വരുമ്പോഴത്തേക്ക് അവിടെ എത്ര ആൾക്കാർ വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ലാംഡ ഈക്വൽ ടു 2 തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് പി ഓഫ് ടി ഗ്രേറ്റർ ദാൻ ടി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ടി. അതിലിപ്പോൾ ടൈം എന്താ തന്നിരിക്കുന്നത്? 1 മിനിറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഇ റേസ് ടു ലാംഡ നമുക്ക് 3 എന്നറിയാം. ടൈം ഇവിടെ 1 മിനിറ്റാണ് പറയുന്നത്. അപ്പോൾ 1 എന്ന് കൊടുക്കണം. ഇ റേസ് ടു മൈനസ് 3 ഇൻറ്റു 1 ചെയ്യുമ്പോഴത്തേക്ക് ഇ റേസ് ടു മൈനസ് 3 കിട്ടും. അതിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. അടുത്തതെന്ന് പറയുന്നത് ബിറ്റ്വീൻ 1 ആൻഡ് 2 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ പ്രോബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ ടൈം എന്താ ടി ലെസ് ദാൻ 2 ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ടി ലെസ് ദാൻ ടി എന്ന് കൊടുത്തില്ലേ, ഇവിടെ എന്തായിരിക്കും വന്നത്? 1 അല്ലേ? അത് കണക്ക് ഈ 1 ഇങ്ങനെ കൊടുക്കുക, മൈനസ് ഇവിടെ ഇതെന്തൊരു വരും എടുത്തത്? 2 വരും. ടി ഗ്രേറ്റർ ദാൻ 2 എന്നും കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത് നേരത്തെ? ഈ മെത്തേഡല്ലേ? ഇ റേസ് ടു മൈനസ് 3 ടൈം എത്രയാണ്? 1 ഉണ്ടോ? മൈനസ് 3 ഇൻറ്റു 1. ഇത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇ റേസ് ടു മൈനസ് 3 ഇൻറ്റു ടി എത്രയാ? 2 ഇൻറ്റു 2. ഇത് രണ്ടും ചെയ്യുമ്പോഴത്തേക്ക് വാല്യൂ 0.0473 എന്ന് കിട്ടും. ഇനി എന്താ പറഞ്ഞേ? വെയിറ്റിംഗ് 4 മിനിറ്റ് ഓർ ലെസ്, 4 മിനിറ്റ് അല്ലെങ്കിൽ അതിൽ കുറവെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്താ? ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഓക്കെ, നേരത്തെ ഗ്രേറ്റർ എന്നൊക്കെ കൊടുത്തിരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1 മൈനസ് ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ടി അല്ലേ? ലാംഡ 3 ആണെന്ന് അറിയാം. ടി അവിടെ എന്തുവാ? 4 അല്ലേ തന്നേക്കുന്നത്? 4 കൊടുക്കണം. ഈക്വൽ ടു 1 മൈനസ് ഇ റേസ് ടു മൈനസ് 12 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വാല്യൂ കിട്ടും. ഇത് 1 മൈനസ് ഇ റേസ് ടു വാല്യൂ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് 0.99 എന്നും പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ. 14 ബി നോക്കാവേ. അതിലെന്താണെന്ന് വെച്ചാൽ x1 x2 എക്സെട്ര ടു x10 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ മാർക്കോസ് ഇനിക്വാളിറ്റി വെച്ചിട്ട് 15 വരെയുള്ള കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സം ഈക്വൽ ടു എന്തുവാ? x1 പ്ലസ് x2 പ്ലസ് എന്ന് പറഞ്ഞ് x10 വരെ തന്നിട്ടുണ്ട്. n എന്തുവാ? 10 അല്ലേ? n ഇവിടെ x10 വരെയല്ലേ ഉള്ളത്, അതുകൊണ്ട് n 10 ആണ്. മീൻ എന്തുവാ? x1 കഴിഞ്ഞിട്ട് എന്തുവാ? x2 അല്ലേ? ഇപ്പോൾ 1 പ്ലസ് 2 പ്ലസ് അങ്ങനെ പോകുന്നത്. അപ്പോൾ എന്താ ഓരോന്നായിരിക്കും, അതിൻ്റെ ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 1 ആയിരിക്കും. അതാണ് മീൻ. ഓക്കെ, ആവറേജ് എന്ന് വെച്ചാൽ മീനാണ്. ആവറേജ് എന്ന് വെച്ചാൽ മീൻ എന്ന് വെച്ചാൽ 1 ആണ്. ഓക്കെ, പിന്നെ എന്തുവാ? ഇ ഓഫ് എസ് എന്ന് വെച്ചാൽ ഇ ഓഫ് സം ഈക്വൽ ടു n ഇൻറ്റു 1 എന്ന് വെച്ചാൽ n ഇൻറ്റു മീൻ വാല്യൂ ഈക്വൽ ടു 10 ഇൻറ്റു 1 എത്ര കിട്ടും? 10 കിട്ടും. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ചാൽ മാർക്കോസ് ഇനിക്വാളിറ്റി ഇക്വേഷൻ ആണ് ഇത്. ഇതിലെന്താ ചെയ്യേണ്ടത്? എ ഈക്വൽ ടു 15 എന്ന് പറഞ്ഞ് കൊടുക്കണം. എ ഈക്വൽ ടു 15 എവിടെ നിന്ന് കിട്ടിയേ? ക്വസ്റ്റ്യനിൽ കണ്ട അപ് ടു 15 വരെ എന്നല്ലേ പറഞ്ഞേക്കുന്നേ? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 15 അല്ലേ തന്നേക്കുന്നേ? അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എ ഈക്വൽ ടു 15 എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇവിടെ എ തന്നിരിക്കുന്ന സ്ഥലത്തൊക്കെ 15 കൊടുത്തിട്ട് ഇത് സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. 15th ക്വസ്റ്റ്യൻ നോക്കാവേ. ഇതിലെന്താണെന്ന് വെച്ചാൽ 3 സ്റ്റേറ്റ്സ് വന്നിട്ടുണ്ട്, 1 2 3 എന്നും പറഞ്ഞ്. എന്നിട്ട് ഇതിന് നമുക്ക് ഈ ഒരു മെട്രിക്സ് നമുക്ക് പി എന്നും പറഞ്ഞെടുക്കാം. പിന്നെ പി സീറോ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് x2 ഈക്വൽ ടു 2. പി ഓഫ് 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം പി എടുത്ത് എഴുതുക. P0 തന്നിട്ടുണ്ട്, എടുത്തെഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം? P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടി ആദ്യം നമുക്ക് P1 കണ്ടുപിടിക്കണം. P1 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ P0 ഇത് ഇൻറ്റു പി. ഓക്കെ, P0 ഇൻറ്റു പി ആണ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഇത് ഇൻറ്റു ഇത്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ റോ ഇൻറ്റു കോളം വൈസാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 0.5 ഇൻറ്റു 0.2 പ്ലസ് 0.3 ഇൻറ്റു 0.1 പ്ലസ് 0.3 ഇൻറ്റു 0.4 പ്ലസ് ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് ഇത്രയും കഴിഞ്ഞു. ഇനി ഇതുമാണ് ചെയ്യുന്നത്. 0.5 ഇൻറ്റു 0.3 പ്ലസ് 0.3 ഇൻറ്റു 0.6 പ്ലസ് 0.3 ഇൻറ്റു 0.3 പ്ലസ് അങ്ങനെ ചെയ്തു പോകുന്നത്. ഇനി ഇത്രയും കഴിഞ്ഞു. ഇനി ഈ റോയും ഈ കോളവും ആയിട്ട് ചെയ്യണം. ഓക്കെ, അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഇത്രയും ചെയ്തില്ലേ, അത് കഴിഞ്ഞിട്ട് കോമ കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നേരത്തെ ബുദ്ധിമുട്ട് കാണത്തില്ല. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കപ്പോൾ 0.25 കിട്ടും. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.42 കിട്ടും. ബാക്കി ചെയ്യുമ്പോൾ 0.43 കിട്ടും. ഇതിപ്പോൾ പി ഓഫ് 1 നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കൊരു ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? പി ഓഫ് 2 അല്ലേ ചോദിച്ചേക്കുന്നത്? അതിന് വേണ്ടി ഇപ്പോൾ കണ്ടുപിടിച്ച പി ഓഫ് 1 ഇൻറ്റു പി. ഏതാണ് പി? ഇത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന മെട്രിക്സ്. അത് ചെയ്യണം.
അപ്പോൾ തന്നിരിക്കുന്നത് ഇൻറ്റു പി. ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യണം. ഇതേ മെത്തേഡിൽ തന്നെ റോ ഇൻറ്റു കോളം ബേസ് ചെയ്യുന്ന ഇതും ചെയ്യണം. ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ വാല്യൂ സോൾവ് ആക്കിയിട്ട് 0.426 കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ 2യുടെ പി ഓഫ് എക്സ് ടു ഈക്വൽ ടു 2 എന്താണ് കണ്ടുപിടിച്ചത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 3, എക്സ് ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 1, എക്സ് 0 ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു ബാർ മാതിരി കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇത് മൂന്നുമാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ ഇത് വേണ്ടെന്നല്ല, ഇതാണ് മനസ്സിലാക്കാൻ വേണ്ടി ചുമ്മാ കൊടുക്കാൻ പറഞ്ഞതാണേ. ആദ്യം നമുക്ക് എന്തുവാ ഇതിനെ എടുത്ത് എഴുതണം. എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ് 0 നിന്ന് എക്സ് 0 ഈക്വൽ ടു 3 അല്ലേ, അതിൽ നിന്ന് ഇങ്ങനെ ഇതിനെ ഇങ്ങനെ നമുക്ക് വരയ്ക്കാവേ. എന്തിനാന്ന് വെച്ചാൽ എക്സ് 0 ഈക്വൽ ടു 3 ടെൻസ് ടു എക്സ് 1 1 എന്നിട്ട് എക്സ് 1 1 നിന്ന് എന്തുവാ എക്സ് 2 2 എന്നിട്ട് എന്തുവാ എക്സ് 2 2 നിന്ന് എക്സ് 3 3 ഇതെന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ ഈ 3 വാല്യൂം 1 വാല്യൂം കണ്ടില്ലേ, അതെന്തുവാ പി ഓഫ് 3 1 എന്ന് വെച്ചാൽ തേർഡ് റോയിലെ ഫസ്റ്റ് കോളം. അങ്ങനെയാണേ. അടുത്ത എന്താണെന്ന് വെച്ചാൽ 1ഉം 2 എന്ന് വെച്ചാൽ പി ഓഫ് 1 2 എന്ന് വെച്ചാൽ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം. അടുത്ത എന്താ 2ഉം 3ഉം ആണ് വാല്യൂ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ പി ഓഫ് 2 3 എന്ന് വെച്ചാൽ സെക്കൻഡ് റോയിലെ തേർഡ് കോളം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇത് പി 3 വരുന്നല്ലേ എന്ന് വെച്ചാൽ ഇതിൽ തേർഡ് റോയിൽ ഫസ്റ്റ് കോളം അതാണ് 0.4 കണ്ട 0.4. ഇനി അടുത്ത പി 1 2 എന്ന് വെച്ചാൽ 1 2 അല്ലേ, പി 1 2 അല്ലേ, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം ഏത് 0.3 ആണ്. ഓക്കെ കണ്ടോ 0.3. ഇനി പി 2 3 2 3 എന്ന് പറഞ്ഞാൽ എന്തുവാ സെക്കൻഡ് റോയിലെ തേർഡ് 1 0.3, അതും എടുത്തെഴുതി. അപ്പോൾ നമുക്ക് എന്തുവാ 3 എണ്ണം കിട്ടി. ഇനി ഈ 3 എണ്ണത്തിന് ഈ ബാർ കൊടുത്ത് മുമ്പത്തെ കാര്യം എന്ന് പറഞ്ഞില്ലേ, അത് 3ൻ്റെയും വാല്യൂ നമ്മളിവിടെ കൊടുക്കണം. എന്തോ കിട്ടി 0.4 ഇൻറ്റു 0.3 ഇൻറ്റു 0.3 ഈക്വൽ ടു അത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് എന്താണെന്ന് വെച്ചാൽ പി സ്ക്വയർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ മെട്രിക്സ് പി തന്നിട്ടുണ്ട്. അത് 2 തവണ ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് പി ഇൻറ്റു പി ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് പി സ്ക്വയർ കിട്ടുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, അത് എനിക്ക് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. ഇതെങ്ങനെയെന്ന് വെച്ചാൽ 0.2 ഇൻറ്റു 0.2 പ്ലസ് 0.3 ഇൻറ്റു 0.1 പ്ലസ് 0.5 ഇൻറ്റു 0.4 പ്ലസ് എന്നിട്ട് കോമ കൊടുക്കണം. എന്നിട്ട് എന്താ ഇത് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം കഴിഞ്ഞു. എന്നിട്ട് നെക്സ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് 0.1 ഇൻറ്റു 0.3 പ്ലസ് 0.6 ഇൻറ്റു 0.6 പ്ലസ് 0.3 ഇൻറ്റു 0.3 പ്ലസ് ബാക്കിയും കൂടെ അങ്ങ് ചെയ്യണം. ഓക്കെ, ഇത് ഇത്രയും ചെയ്തിട്ട് കോമ കൊടുക്കണേ, ഇല്ലെങ്കിൽ എഴുതാൻ പാടായിരിക്കും. ഓക്കെ, 15th ക്വസ്റ്റ്യൻ നോക്കാവേ. ഇതിലെന്താണെന്ന് വെച്ചാൽ 3 സ്റ്റേറ്റ്സ് വന്നിട്ടുണ്ട് 1 2 3 എന്നും പറഞ്ഞ്. എന്നിട്ട് എന്താ ഇതിന് നമുക്ക് ഈ ഒരു മെട്രിക്സ് നമുക്ക് പി എന്നും പറഞ്ഞെടുക്കാം. പിന്നെ പി 0 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് എക്സ് 2 ഈക്വൽ ടു 2, പി ഓഫ് 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം എന്താ പി എടുത്ത് എഴുതുക. പി 0 തന്നിട്ടുണ്ട്, ഉണ്ടോ എടുത്തെഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ആദ്യം കണ്ടുപിടിക്കണം പി 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടി ആദ്യം നമുക്ക് പി 1 കണ്ടുപിടിക്കണം. പി 1 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പി 0 ഇത് ഇൻറ്റു പി. ഓക്കെ, പി 0 ഇൻറ്റു പി ആണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇത് ഇൻറ്റു ഇത്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ റോ ഇൻറ്റു കോളം വൈസാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 0.5 ഇൻറ്റു 0.2 പ്ലസ് 0.3 ഇൻറ്റു 0.1 പ്ലസ് 0.3 ഇൻറ്റു 0.4 പ്ലസ് ഇനി എന്താ ചെയ്യേണ്ടത് ഇത് ഇത്രയും കഴിഞ്ഞു. ഇനി ഇതുമാണ് ചെയ്യുന്നത് 0.5 ഇൻറ്റു 0.3 പ്ലസ് 0.3 ഇൻറ്റു 0.6 പ്ലസ് 0.3 ഇൻറ്റു 0.3 പ്ലസ് അങ്ങനെ ചെയ്തു പോകുന്നത്. ഇനി ഇത്രയും കഴിഞ്ഞു. ഇനി ഈ റോയും ഈ കോളും ആയിട്ട് ചെയ്യണം. ഓക്കെ, അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമ്മളിപ്പോൾ ഇത് ഇത്രയും ചെയ്തില്ലേ, അത് കഴിഞ്ഞിട്ട് കോമ കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നേരത്തെ ബുദ്ധിമുട്ട് കാണത്തില്ല. ഇത് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കപ്പോൾ 0.25 കിട്ടും. ഇത് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.42 കിട്ടും. ബാക്കി ചെയ്യുമ്പോൾ 0.43 കിട്ടും. ഇതിപ്പോൾ എന്താ പി ഓഫ് 1 നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കൊരു ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത് പി ഓഫ് 2 അല്ലേ ചോദിച്ചേക്കുന്നത്. അതിന് വേണ്ടി ഇപ്പം കണ്ടുപിടിച്ച പി ഓഫ് 1 ഇൻറ്റു പി ഏതാണ് പി ഇത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന മെട്രിക്സ്.
അത് ചെയ്യണം. അപ്പോൾ തന്നിരിക്കുന്നത് ഇൻറ്റു പി ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യണം. ഇതേ മെത്തേഡിൽ തന്നെ റോ ഇൻറ്റു കോളം വേസ് ചെയ്യുന്ന ഇതും ചെയ്യണം. ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ വാല്യൂ സോൾവ് ആക്കിയിട്ട് 0.426 കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ 2യുടെ പി ഓഫ് എക്സ് 2 = 2 എന്താണ് കണ്ടുപിടിച്ചത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ പി ഓഫ് എക്സ് = 3, എക്സ് = 2, എക്സ് = 1, എക്സ് 0 = 3 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു ബാർ മാതിരി കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇത് മൂന്നുമാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ ഇത് വേണ്ടെന്നല്ല, ഇതാണ് മനസ്സിലാക്കാൻ വേണ്ടി ചുമ്മാ കൊടുക്കാൻ പറഞ്ഞതാണേ. ആദ്യം നമുക്ക് എന്തുവാ ഇതിനെ എടുത്തെഴുതണം. എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ് 0 നിന്ന് എക്സ് 0 = 3 അല്ലേ, അതിൽ നിന്ന് ഇങ്ങനെ ഇതിനെ ഇങ്ങനെ നമുക്ക് വരയ്ക്കാവേ. എന്തിനാന്ന് വെച്ചാൽ എക്സ് 0 = 3 ടെൻസ് ടു x1 1 എന്നിട്ട് x1 1 നിന്ന് എന്തുവാ x2 2 എന്നിട്ട് എന്തുവാ x2 2 നിന്ന് x3 3 ഇതെന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ ഈ 3 വാല്യൂം 1 വാല്യൂം കണ്ടില്ലേ, അതെന്തുവാ പി ഓഫ് 3 1 എന്ന് വെച്ചാൽ തേർഡ് റോയിലെ ഫസ്റ്റ് കോളം. അങ്ങനെയാണേ. അടുത്ത എന്താണെന്ന് വെച്ചാൽ 1ഉം 2 എന്ന് വെച്ചാൽ പി ഓഫ് 1 2 എന്ന് വെച്ചാൽ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം. അടുത്ത എന്തുവാ 2ഉം 3ഉം ആണ് വാല്യൂ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ പി ഓഫ് 2 3 എന്ന് വെച്ചാൽ സെക്കൻഡ് റോയിലെ തേർഡ് കോളം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇത് P3 വരുന്നല്ലേ എന്ന് വെച്ചാൽ ഇതിൽ തേർഡ് റോയിൽ ഫസ്റ്റ് കോളം അതാണ് 0.4 കണ്ട 0.4. ഇനി അടുത്ത P12 എന്ന് വെച്ചാൽ 1 2 അല്ലേ, P12 അല്ലേ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം ഏത് 0.3 ആണ്. ഓക്കെ കണ്ടോ 0.3. ഇനി P23 എന്ന് പറഞ്ഞാൽ എന്തുവാ സെക്കൻഡ് റോയിലെ തേർഡ് 1 0.3 അതും എടുത്തെഴുതി. അപ്പോൾ നമുക്ക് എന്തുവാ 3 എണ്ണം കിട്ടി. ഇനി ഈ 3 എണ്ണത്തിന് ഈ ബാർ കൊടുത്ത് മുമ്പത്തെ കാര്യം എന്ന് പറഞ്ഞില്ലേ, അത് 3ൻ്റെയും വാല്യൂ നമ്മളിവിടെ കൊടുക്കണം. എന്തോ കിട്ടി 0.4 × 0.3 × 0.3 ഈക്വൽ ടു അത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് എന്താണെന്ന് വെച്ചാൽ P² ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ മെട്രിക്സ് P തന്നിട്ടുണ്ട്. അത് 2 തവണ ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് P × P ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് P² കിട്ടുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, അത് നമുക്ക് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. ഇതെങ്ങനെയെന്ന് വെച്ചാൽ 0.2 × 0.2 പ്ലസ് 0.3 × 0.1 പ്ലസ് 0.5 × 0.4 പ്ലസ് എന്നിട്ട് കോമ കൊടുക്കണം. എന്നിട്ട് എന്താ ഇത് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം കഴിഞ്ഞു. എന്നിട്ട് നെക്സ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് 0.1 × 0.3 പ്ലസ് 0.6 × 0.6 പ്ലസ് 0.3 × 0.3 പ്ലസ് ബാക്കിയും കൂടെ അങ്ങ് ചെയ്യണം. ഓക്കെ, ഇത് ഇത്രയും ചെയ്തിട്ട് കോമ കൊടുക്കണേ, ഇല്ലെങ്കിൽ എഴുതാൻ പാടായിരിക്കും. ഓക്കെ, 16th ക്വസ്റ്റ്യൻ നോക്കാവേ. ഇതെന്ന് വെച്ചാൽ ഒരു ഗെയിമിനെ പറ്റിയാണ് പറയുന്നത്. ഇതിലെന്താണെന്ന് വെച്ചാൽ P11 P12 ഇത് തന്നിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് നമുക്കിങ്ങനെ മെട്രിക്സ് ഫോമിൽ എഴുതാൻ പറ്റും. P11 എന്ന് വെച്ചാൽ ആദ്യത്തെ പൊസിഷൻ എന്ന് വെച്ചാൽ എന്തുവാ റോയുടേത് പറയുന്നത്, രണ്ടാമത്തേന്ന് വെച്ചാൽ കോളം പറയുന്നത് എന്ന് വെച്ചാൽ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് 1 0.2. P12 എന്ന് വെച്ചാൽ ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളം. P21 എന്ന് വെച്ചാൽ സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളം ഫസ്റ്റ് കോളം. P22 എന്ന് വെച്ചാൽ സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളം. ഓക്കെ, പിന്നെ എന്താ തന്നേക്കുന്നത് ഇതിൻ്റെ മീനിങ് നോക്കാവേ. P11 എന്ന് വെച്ചാൽ ഒരു ഗെയിം ജയിച്ചു എന്നിട്ട് വേറെ ഒരു ഗെയിമും കൂടെ ജയിച്ചു. P12 എന്ന് വെച്ചാൽ ഒരു ഗെയിം ജയിച്ചു പിന്നെ സെക്കൻഡ് ഗെയിമും പിന്നെ 2 ഗെയിമും ജയിച്ചു. P21 എന്ന് വെച്ചാൽ 2 ഗെയിം ജയിച്ചു പിന്നെ ഒരു ഗെയിം ജയിച്ചു. P22 എന്ന് വെച്ചാൽ 2 ഗെയിം ജയിച്ചു പിന്നെ 2 ഗെയിം ജയിച്ചു. ഇത് ഇത്ര തന്നേക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യനിൽ എന്താ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ P എന്ന് വന്നിട്ടുണ്ട്. മൺഡേ 2 ഗെയിമും ജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എന്തുവാ ട്യൂസ്ഡേ എല്ലാ ഗെയിമും ഓൾ ഗെയിം വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. ട്യൂസ്ഡേ എല്ലാ ഗെയിമും ജയിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെന്തുവാ ഗീവൺ എന്തുവാ മൺഡേ 2 ഗെയിം ജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 ഗെയിം ജയിക്കാനുള്ള ഏതൊക്കെയുണ്ട് ഇതല്ലേ എന്ന് വെച്ചാൽ ആദ്യം കളിച്ച 2 ഗെയിമും ജയിച്ചു. 2 ഗെയിം ജയിച്ചിട്ട് വേണമെങ്കിൽ ഒരെണ്ണം ജയിക്കുന്ന കണ്ടീഷൻ എടുക്കാം. 2 ഗെയിം ജയിച്ചിട്ട് വേണമെങ്കിൽ 2 ഗെയിമും ജയിക്കുന്ന കണ്ടീഷൻ എടുക്കാം. അപ്പോൾ മൺഡേ എന്തുവാ ഇത് 2 കണ്ടീഷനും എടുത്തു.
അപ്പോൾ ആദ്യത്തേത് എന്തുവാ, P21 0.4 എന്ന് എഴുതാം. P22 എന്തുവാ 0.6 എന്ന് എഴുതാം. മൺഡേ 2 ഗെയിം ജയിച്ചെന്നാണ് പറഞ്ഞത്. 2 ഗെയിം ജയിക്കുന്ന 2 കണ്ടീഷൻസ് ഉണ്ട് ഇവിടെ. ഈ 2 ഗെയിം ജയിച്ചിട്ട് 1 ഗെയിം ജയിക്കാം, 2 ഗെയിം ജയിച്ചിട്ട് 2 ഗെയിമും ജയിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. ഈ ആദ്യം എടുത്തതില്ലേ P21, അതിന് നമുക്ക് P എന്ന് എടുക്കാം. രണ്ടാമത് എടുത്തതിന് P*P എന്നും പറഞ്ഞ് എടുക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ P22 ഉള്ളതുകൊണ്ട് P*P എന്നും പറഞ്ഞ് എടുക്കാം. ഇനി ഇതെങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഗെയിം എത്രയാ 0.4 ഇൻറ്റു P, നമ്മളിവിടെ P എന്ന് എഴുതിയില്ലേ അത്, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് ഗെയിം എന്താ 0.6 അത് എഴുതി, ഇൻറ്റു നമ്മളിവിടെ എന്താ എഴുതിയേ P² അല്ലേ, അതും എഴുതി. അപ്പോൾ എന്തോ കിട്ടും 0.4P പ്ലസ് 0.6 P². ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തുവാ, എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഗെയിംസ് ഓൺ വെനസ്ഡേ എത്ര നമ്പർ ഓഫ് ഗെയിംസ് ജയിക്കാം എന്നതിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ എഴുതാം, നമുക്ക് നിലവിൽ മൺഡേയുടെയും ട്യൂസ്ഡേയുടെയും കേസ് അറിയാം. മൺഡേ എന്ന് വെച്ചാൽ എന്താ, 2 ഗെയിം മൺഡേ ജയിച്ചിട്ടുണ്ട്. സോറി, ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇതിലെന്താ നേരത്തെ നമ്മൾ എഴുതിയത് 2 ഗെയിം പിന്നെ 1 ഗെയിം കളിച്ചു. 2 ഗെയിം പിന്നെ 1 ഗെയിം കളിച്ചതിൻ്റെ എന്താ 0.4 എടുത്തെഴുതി. 2 ഗെയിം പിന്നെ 2 ഗെയിം കളിച്ചതിൻ്റെ എന്താ 0.6, അതാണ് ട്യൂസ്ഡേയുടെ കണ്ടീഷൻ. ഇനി വെനസ്ഡേയുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ എന്താ നമ്മൾ ഈ ആദ്യം എഴുതിയിട്ടില്ലേ ഈ സാധനം, ഇത് തന്നെയാണ് എന്താ വെനസ്ഡേയുടെയും കണ്ടീഷൻ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ 1 ഗെയിം കഴിഞ്ഞിട്ട് 1 ഗെയിം കളിക്കുമ്പോഴത്തേക്ക് എന്തുവാ 0.2, 1 ഗെയിം കഴിഞ്ഞിട്ട് 2 ഗെയിം കളിക്കുമ്പോൾ 0.8, കണ്ട 1 ഗെയിം കഴിഞ്ഞിട്ട് 2 ഗെയിം വരുമ്പോൾ 0.8, 2 ഗെയിം കഴിഞ്ഞാൽ 1 വരുമ്പോഴത്തേക്ക് 0.4, എന്താ 2 ഗെയിം കഴിഞ്ഞാൽ 1 കഴിയുമ്പോൾ 4, 2 ഗെയിം പിന്നെ 2 ഗെയിം വരുമ്പോഴത്തേക്ക് 0.6, ഇതാണ്ടേ കണ്ട 0.6. ഇനി ഇതെങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ആദ്യം 1ൻ്റെ കേസ് എഴുതണം. എന്ന് വെച്ചാൽ ഈ 1 ഫസ്റ്റ് ഗെയിം ഉണ്ടല്ലോ അതിൻ്റെ കേസാണ് ഇവിടെ എഴുതുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ 2 ഇല്ലേ ഇതിൻ്റെ കേസാണ് ഈ എഴുതുന്നത്. ഓക്കെ, ഇതിനെങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ഈ 0.2 ഇൻറ്റു ഇത് ഫസ്റ്റ് 1 അല്ലേ, 0.2 ഇൻറ്റു 1 പ്ലസ് 0.8 ഇൻറ്റു 2 ഈക്വൽ ടു 1.8 എന്ന് കിട്ടും. ഇനി അടുത്തത് എന്തുവാ 2 ഗെയിമിൻ്റെയാണ് 2 ഗെയിം കളിച്ചതിൻ്റെയാണ് എഴുതേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 0.4 ഇൻറ്റു 1 പ്ലസ് 0.6 ഇൻറ്റു 2 ഈക്വൽ ടു എത്ര കിട്ടും 1.6 കിട്ടും. ഇതിപ്പോൾ എക്സ്പെക്റ്റേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ടോട്ടൽ എക്സ്പെക്റ്റേഷൻ നോക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതില്ലേ പ്രോബബിലിറ്റി ഓഫ് T ടെൻസ് ടു 1ൻ്റെ സോറി ഇത് ട്യൂസ്ഡേയുടെ ഈ T എന്ന് വെച്ചാൽ ട്യൂസ്ഡേ ആണ്, ടെൻസ് ടു 1 എന്ന് വെച്ചാൽ ആദ്യത്തെ ഗെയിമിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുവാ ട്യൂസ്ഡേയുടെ പ്രോബബിലിറ്റി ഓഫ് ട്യൂസ്ഡേൻ്റെ ആദ്യത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ എന്തുവാ 0.4 ആണ് എഴുതി, ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വെനസ്ഡേ എന്തുവാ കിട്ടിയ എക്സ്പെക്റ്റേഷൻ ഓഫ് വെനസ്ഡേ ഇതാണ്ട് 1.8 ആണ് ആദ്യത്തെ കിട്ടിയിരിക്കുന്നത് അല്ലേ. വെനസ്ഡേയുടെ ഫസ്റ്റ് എക്സ്പെക്റ്റേഷൻ എന്തുവാ 1.8 കിട്ടിയത്. അപ്പോൾ ഇതിന് പകരം 1.8 എഴുതി. പിന്നെ ഈ പ്ലസ് പിന്നെന്താ പ്രോബബിലിറ്റി ഓഫ് ട്യൂസ്ഡേ ടെൻസ് ടു 2, പ്രോബബിലിറ്റി ഓഫ് ട്യൂസ്ഡേ ടെൻസ് ടു രണ്ടാമത്തെ ഗെയിം അതിലെത്ര 0.6 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലസ് കഴിഞ്ഞിട്ട് എന്താ 0.6 എഴുതണം. എന്നിട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് വെനസ്ഡേ എന്തുവാ വെനസ്ഡേയുടേത് ഇത് അതിലെന്തുവാ ചോദിച്ചിരിക്കുന്നത് ട്യൂസ്ഡേ ടെൻസ് ടു 2, ട്യൂസ്ഡേയുടെ സെക്കൻഡ് ഗെയിം എന്തോ വാല്യൂ ഇട്ടിരിക്കുന്നത് 1.6. ഇവിടെ എന്തോ എക്സ്പെക്റ്റേഷൻ ഓഫ് വെനസ്ഡേ ടെൻസ് ടു ട്യൂസ്ഡേയുടെ സെക്കൻഡ് ഗെയിം എന്ന് പറയുന്നത് എന്തോ കിട്ടും 1.6, അതെടുത്ത് എഴുതി. ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 0.72 പ്ലസ് എന്താ ഇത് രണ്ടും ചെയ്യുമ്പോഴത്തേക്ക് 0.96 ഈക്വൽ ടു 1.6. ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന് സി ടൈപ്പ് നോക്കാനായിട്ട് P ഈക്വൽ ടു പൈന്ന് ഇതാ നമുക്ക് പൈന് എന്തുവാ π1 π2 ആയിട്ട് എടുക്കാം. പിന്നെ P എന്തുവാ നേരത്തെ ക്വസ്റ്റ്യൻ തന്നാൽ അതേ സാധനം തന്നെയാണ് എടുത്ത് എഴുതിയിരിക്കുന്നത്. ഈക്വൽ ടു എന്തുവാ π1 π2 എടുത്ത് എഴുതുക. ഇനി ഇതെങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ π1 ഇൻറ്റു 0.2 പ്ലസ് π2 ഇൻറ്റു 0.4 ഈക്വൽ ടു π1.
ഇതെന്താണെന്ന് വെച്ചാൽ മറ്റേ റോ ഇൻറ്റു കോളം ചെയ്യത്തില്ലേ അതുമാതിരിയാണ് ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താ 0.2 × π എത്ര 0.2 π പ്ലസ് 0.4 π2 ഈക്വൽ ടു π1 അത്ര എഴുതി. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഈക്വൽ ടുവിന് അപ്പുറവും ഇപ്പുറവും 0.2 π1 കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യണം. ഇവിടെ കണ്ടോ ഇതാ ഈ സെയിം സാധനം എടുത്ത് എഴുതി, എന്നിട്ട് -0.2 π മൈനസ് ചെയ്തേക്കുന്നു. ഇവിടെയും 0.2 π1 മൈനസ് ചെയ്തിരിക്കുന്നു. ഇതെങ്ങനെയാണ് മൈനസ് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ 0.2 സെയിം രണ്ട് സാധനമുണ്ട്, അതിന് രണ്ടിനെയും ബ്രാക്കറ്റിൽ ഇട്ടിട്ട് മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 0 കിട്ടും. ബാക്കിയുള്ളത് 0.4 π2 ആണ്. ഓക്കെ ഉണ്ടാ 0 പോകുമ്പോഴത്തേക്ക് ബാക്കി 0.4 π2. ഇപ്പോഴത്തെ എന്തുവാ π1 മൈനസ് 0.2 π1. π1 എന്ന് വെച്ചാൽ എന്തുവാ 1 π1 അല്ല, ഒരു π1 അല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു π1 നിന്ന് 0.2 π1 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇപ്പോൾ 1 മൈനസ് 0.2 എത്രയാണ് കിട്ടുന്നത്? 0.8 കിട്ടുന്നത്. അതാണ് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ 0.8 π1 കിട്ടും. ഓക്കെ, ഈ കിട്ടിയ രണ്ട് വാല്യൂവിനെ എന്ത് ചെയ്യണം? 0.4 കൊണ്ട് ലെഫ്റ്റിലും റൈറ്റിലും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്തോ കിട്ടും? ഇത് രണ്ടും വെട്ടിപ്പോയിട്ട് π2 കിട്ടും. ഇവിടെ എന്താ വെട്ടി 2 കിട്ടും. അപ്പോൾ എന്താ 2π1 കിട്ടും. ഓക്കെ, ഇത് ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്കറിയാം π1 + π2 എന്ന് പറയുന്നത് 1 ആണ്. ആ ഇക്വേഷനിലോട്ട് നമുക്കിവിടെ കിട്ടിയ π2യുടെ വാല്യൂ എന്താ 2π അല്ലേ. ഇവിടെ π2ന് 2π കൊടുക്കുക. π1 പ്ലസ് ഇവിടെ എന്താ 2π1 കൊടുക്കുമ്പോഴത്തേക്ക് 1 എന്ന് പറഞ്ഞു കിട്ടും. 1 ഇക്വേഷനിലുള്ളതല്ലേ, കൊടുക്കും. ഇനി എന്താ ഇത് ആഡ് ചെയ്യുമ്പോൾ 3π1 = 1. π1 = 1, 3 താഴെ പോവും. ഓക്കെ, കിട്ടി. ഇനി എന്താ π2 = 2π1. ഇതേതാ ഈ സാധനം. ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മൾ π1 കണ്ടുപിടിച്ചിട്ട് π2 കണ്ടുപിടിക്കുന്നത്. π1ൻ്റെ വാല്യൂ ഉണ്ടല്ലോ, അപ്പോൾ ഇതിൽ 2π കൊടുത്തു. അതിൽ ഈ π1ന് പകരം 1/3 കൊടുക്കുക. അപ്പോൾ π2ൻ്റെ വാല്യൂ എന്താ 2/3 എന്ന് കിട്ടി. സോ പ്രോബിലിറ്റി ഓഫ് വിന്നിങ് ഓൾ ഗെയിംസ് എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് എന്താ π1 × p പ്ലസ് π2 × p². നേരത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ചെയ്തിട്ടുണ്ട്, ആ സെയിം സാധനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനെ.